ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരമത്തിരുനാളിന് ഒരുക്കമായ തിരുവചന ലഘു ധ്യാന പരമ്പരയുടെ 17ാമത്തെ സെഷനിലേക്ക് ഉണ്ണീശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. വിശുദ്ധ ലൂക്കാ അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. തിടുക്കത്തിൽ യാത്ര പോകുന്ന അമ്മ എന്തിനായിരിക്കും പോയത് എന്ന് ചിന്തിക്കുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു വിശദീകരണം ശരിയാണത്. ഇളയമ്മയ്ക്ക് ശുശ്രൂഷ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിനുവേണ്ടി തീഷ്ണതയോടെ പോയി എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാളും പ്രസക്തമായ ഒരു ചിന്ത നമുക്കെടുക്കാവുന്നത് മാലാഖ ആണല്ലോ അറിയിച്ചത് എലിസബത്തിന്റെ കാര്യം. അവള് ഗർഭവതിയായിരിക്കുന്നു. അത് അറിയിച്ചത് അവൾക്ക് ശുശ്രൂഷ ആവശ്യമുണ്ട്, വേഗം പോയി ശുശ്രൂഷിക്കണമെന്ന് പറയാൻ വേണ്ടി അല്ല, മറിച്ച് ഒരു അടയാളമായിട്ടാണ്. മേരിയോട് പറഞ്ഞതായ യേശുവിന്റെ ജനന കാര്യം അത് നിറവേറുന്നതിനെ കുറിച്ചുള്ള ഒരു അടയാളം ഇതേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ചർച്ചക്കാരി എലിസബത്ത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ എലിസബത്തിനെ കുറിച്ച് പറഞ്ഞതായ കാര്യം അപ്പോൾ തന്നെ പോയി മേരിക്ക് വേരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അവിടെ ചെന്ന് കഴിയുമ്പോൾ എലിസബത്ത് പറഞ്ഞ പോലെ ഗർഭവതിയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? തന്നെക്കുറിച്ച് ദൂതൻ പറഞ്ഞതായ താൻ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ളത് വിവാഹത്തിന് മുമ്പ് തന്നെ സംഭവിച്ചിരിക്കുന്നു, വിശുദ്ധാത്മ വന്ന് എന്നുള്ള കാര്യവും നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് അടയാളമാണ്. അതല്ലാതെ അതറിയാൻ വരെ മാർഗമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് നിറവേറുന്നത് കാണുന്നതിലുള്ള ആവേശം, തീഷ്ണത, അതാണ് മേരിയെ തിടുക്കത്തിൽ യാത്ര ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഈ തിടുക്കത്തിൽ പോകുന്ന ആയിട്ട് മേരിയെ മാത്രമല്ല നമ്മൾ കാണുന്നത്. തൊട്ടപ്പുറത്തെ അധ്യായത്തിൽ മാലാഖമാരുടെ അറിയിപ്പ് കിട്ടുന്ന ഇടയന്മാർ ബെത്ലഹേമില്, അവരെ പറ്റി ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും. അവര് അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുത്തരി കിടക്കുന്ന കുഞ്ഞിനെയും കണ്ടു. 16-ാം വാക്യം 2-ാം അധ്യായം. അതിവേഗം പോയി, ഒട്ടും സമയം കളയുന്നില്ല. രാത്രിയിലാണ് ദർശനം കിട്ടുന്നത്. ഇനിയിപ്പം ഇത്ര ആയില്ലേ, രാത്രിയിൽ പോയ ആട്ടുകളൊക്കെ എന്നാ ചെയ്യും? രാത്രി ഉറക്കമൊളിച്ച് പോകണം, നേരം വെളുത്തിട്ട് പോകാം. ഏതായാലും ഇപ്പൊ ഉണ്ടായ കുഞ്ഞല്ലേ, തള്ളയല്ല, അവിടുന്ന് പോവുകയല്ല, നേരം വെളുത്തിട്ട് നമുക്ക് പോകാം, അത് മതി. അങ്ങനെയല്ല, അവർ അതിവേഗം പോവുകയാണ്, രാത്രി തന്നെ പോവുകയാണ്. ഒരു തീഷ്ണത അവിടെ കാണുകയാണ്. നമ്മൾ യേശു പിതാവിന് ഗബ്രിയേൽ മാലാഖ വന്ന് ഈശ്വര ജനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കൊടുക്കുമ്പോൾ മറിയത്തിലുള്ള ശങ്കയെല്ലാം മാറ്റി അവളെ സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു കഴിയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വചന പരാമർശനം ഏതാണ്ട് സമാനമാണ്. ഇങ്ങനെ വായിക്കുകയാണ്. മത്തായി 1:24-ാം വാക്യം. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. നിദ്രയിൽ നിന്ന് ഉണർന്ന് എന്ന് വെച്ചാൽ രാത്രിയിൽ തന്നെ എന്നാണ്. തിരിഞ്ഞു കിടന്നുറങ്ങിയിട്ട് നേരം വെളുത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്വപ്നം കിട്ടിയല്ലോ, ദർശനം കിട്ടി, എന്നാ ചെയ്യണ്ടേ, അവളെ സ്വീകരിക്കണോ വേണ്ടേ? അങ്ങനെയല്ല. ആ സ്വപ്നം അങ്ങ് മാഞ്ഞു, ദർശനം തീർന്നു, അപ്പോഴേ ഉറക്കം തെളിഞ്ഞു, എണീറ്റു. അപ്പൊ തന്നെ മരിയ തന്റെ ഭാര്യയായിട്ട് തീരുമാനിച്ചു, സ്വീകരിച്ചു കഴിഞ്ഞു. ഭാര്യയായിട്ട് സ്വീകരിച്ചു ഉടൻ തന്നെയാണ്. മത്തായി 13 ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപകൾ വായിക്കുമ്പോഴും നിധി കണ്ടെത്തുന്ന വ്യക്തി ഉടൻ തന്നെ പോയി സന്തോഷത്തോടെ ചെന്ന് തനിക്കൂടെ എല്ലാം വിറ്റിട്ട് ആ വയൽ വാങ്ങിക്കുന്നു എന്ന് ഈശോ പറയുന്നത്. സന്തോഷത്തോടെ. ദൈവികമായ കാര്യങ്ങൾ നമ്മൾ അലംഭാവത്തോടെ അല്ല എടുക്കേണ്ടത്. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി, നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യം ദൈവം നമ്മൾ അറിയിച്ചു തരുന്നത്, അതൊരു പ്രസംഗത്തിലൂടെ കേൾക്കുമ്പം, ഒരു വചന വായന ധ്യാനത്തിലൂടെ നമുക്ക് തിരിച്ചറിവ് കിട്ടുമ്പോൾ അത് അനുവർത്തിക്കാനായിട്ട് ഒരു അലംഭാവം പാടില്ല. ഇങ്ങനെ ചെയ്യണമല്ലോ, എന്നാ ചെയ്യേണ്ട, അടുത്ത ആഴ്ചയായിട്ട് പിറ്റേയായിട്ട് നോക്കട്ടെ, ചിന്തിച്ചിരിക്കുന്ന വ്യക്തി ഒരിക്കലും ചെയ്യല. മറിച്ച് ഉടനടി തീഷ്ണതയോടെ തിടുക്കത്തിൽ സസന്തോഷം അങ്ങനെയുള്ള ഒരു മാനസാന്തരത്തിന്റെ ആവേശം, തീഷ്ണത നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരുസന്നിധിയിൽ തിരുക്കൺമത്തിന് മാധ്യസ്ഥം വഴിയായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും തിരുക്കൺമത്തിന് ശക്തമായ മാധ്യസ്ഥം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.